പടം പൊളിക്കും, സെറ്റായിരിക്കും, ഓണാണ്. രണ്ടുപേരും രണ്ട് തലങ്ങളിലാണല്ലോ. മലയാള ഇൻഡസ്ട്രിയിൽ രണ്ട് വൈബാണ്. മോഹൻലാൽ ആ ഒരു ഹൈപ്പ്, മമ്മൂട്ടി വേറെ ലെവൽ, രണ്ടാണ് സെറ്റാണ്. പ്രതീക്ഷയുണ്ട് 100%. ഹിറ്റായിരിക്കും. മലയാളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും കളക്ഷനുള്ളൊരു പടമായി മാറും ഈ എമ്പുരാൻ. കേരളത്തിൻ്റെ പുറത്തും നല്ല കളക്ഷൻ ഉണ്ടാവും, നല്ല ഒരു ഗംഭീരിറ്റായിരിക്കും. അല്ല, അങ്ങനല്ല പറഞ്ഞത്. എന്തായാലും ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ഹിറ്റ് എമ്പുരാൻ തന്നെയായിരിക്കും. സുരാജേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ജംഗിൾ പൊളിയായിരിക്കും. പടം നല്ല എക്സ്പെക്റ്റേഷനാണ്. പടം വിജയിക്കും. അവരാരും വേണ്ട. അവരില്ലാതെ തന്നെ ഇൻഡസ്ട്രിക്ക് ഒരു 30 വർഷത്തേക്കുള്ളത് പഠിക്കും. അവരാരും വേണ്ട. ഇപ്പം വേറെ ക്യാമിയുടെ ആവശ്യമൊന്നുമില്ല. ആ പുള്ളിക്കാരൻ്റെ ഒരു പേര് മാത്രം മതി, മോഹൻലാൽ എന്നുള്ളൊരു പേര് മാത്രം മതി. ഒന്നും പ്രതീക്ഷിക്കില്ല, കണ്ടിട്ടറിയാം. അടിപൊളിയായിരിക്കും. നല്ല ആവേശമാണ്, നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും സിനിമ തീർന്നതിന് ശേഷം ബാക്കി പറയാൻ പറ്റും. നോക്കാം. ക്യാമിയോ പ്രതീക്ഷ, നമ്മൾ പ്രതീക്ഷ നോക്കിയാണ് പോകണം. ആരെന്ന് എന്തായാലും ഗസ് ചെയ്യുന്നില്ല, കണ്ടറിയാം. നന്നായിരിക്കും പടം, ഹിറ്റാണ്. ചൈനീസ് യുവൻ നായകൻ ഹിയാങ് ഷുങ് എന്നാണ് കേട്ടറിഞ്ഞത്. പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളത്തിലെന്ന് അറിയത്തില്ല, നമുക്ക് കണ്ടുപോകാം. മലയാളത്തിലുള്ള ആരും ആയിരിക്കും അടിപൊളിയായിരിക്കും. പ്രതീക്ഷയാണ്, നല്ല പ്രതീക്ഷയാണ്. എന്താണെന്ന് സസ്പെൻസ് ആണ്. പ്രതീക്ഷ ഉണ്ടാകും. നല്ല പ്രതീക്ഷയാണ് കേട്ടോ. വ്യത്യസ്തമായിരിക്കും, ആവണമല്ലോ. കാണണം, ഒന്നും അറിഞ്ഞൂടാ, സസ്പെൻസ് അല്ലേ. അതിന് പൃഥ്വിരാജൊന്നും പറയണമെന്നില്ല, കണ്ടിട്ട് ബാക്കി പറയാം. നല്ലതായിരിക്കും. മമ്മൂട്ടി ക്യാമിയോ കാണുമെന്നാണ് ഞാൻ പറയുന്നത്. തീർക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു പോസ്റ്റ് ചെയ്യണേ, ചെവിയിൽ ഇത് വെച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വമ്പിച്ച വിജയം, 100% വിജയം. ഇൻഡസ്ട്രിയൽ ഹിറ്റ്. ഒരു 400-500 കോടി എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. ബോക്സ് ഓഫീസ് കത്തും. പടം നല്ല പ്രതീക്ഷയാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ.
ഹൈ പബ്ലിസിറ്റി, ഹൈ സംഭവം എല്ലാം കൂടെ നല്ല പ്രതീക്ഷയുള്ള പടം. അവിടെ രാവിലെ തൊട്ട് ഇന്നലെ വൈകുന്നേരം വന്നാണ്, ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. രാവിലെ ഇവിടെ നിന്ന് ഫ്രഷായി ഇവിടെ നിന്ന് കണ്ട് ഇറങ്ങാൻ തന്നെ വേണം. ഫാൻസിൻ്റെ ഇതിന് ഇപ്പം നമ്മൾ ടിക്കറ്റ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം DJ ഉണ്ടായിരുന്നു, ആർട്ടക് മാളിലൊരു DJ, എല്ലായിടത്തും DJയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചെണ്ടമേളം തുടങ്ങി, ഇപ്പോൾ കമ്പൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. 3 സ്ക്രീനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ഫുള്ള്, ഇന്നത്തെ ദിവസമേ ഫുള്ള്, ഇന്നല്ല നാളെ കഴിഞ്ഞാലും ഫുള്ള് തന്നെ, എല്ലാ ഷോയും ഫുള്ള് തന്നെ. നല്ല പ്രതീക്ഷയുള്ള പടം. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, 6 മണിക്ക് അറിയാം എന്താണെന്ന്.